നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കൊച്ചിയിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ സ്വദേശിയിൽ നിന്ന് 23 ഗ്രാം MDMA പിടിച്ചു. പാലക്കാട് കോട്ടോപ്പാടത്ത് 1.25 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവർക്ക് നേരെ പാലക്കാട് ക്രൂരമർദ്ദനം. കാസർഗോഡ് ലഹരി വിൽപ്പന വിവരം അറിയിച്ചവരുടെ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ആലപ്പുഴ ചേർത്തലയിൽ ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. KSFE നൽകിയ പരാതിയിൽ പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അന്വേഷണം. പാതിവില തട്ടിപ്പിൽ സായിഗ്രാം ഡയറക്ടറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ വീണ്ടും കടുവയിറങ്ങി. 2 പശുവിനെയും വളർത്തുനായയെയും ആക്രമിച്ചു. മലപ്പുറം കരുവാരക്കുണ്ടിൽ കണ്ടത് കടുവ തന്നെയെന്ന് വനം വകുപ്പ്. ഇടുക്കി തേക്കടി റോഡിൽ കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽ നിന്നും ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 2 പേർക്ക് സൂര്യാഘാതമേറ്റു. പാലക്കാട് സൂര്യാഘാതമേറ്റ് 2 കന്നുകാലികൾ ചത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. എറണാകുളം കളമശ്ശേരിയിൽ സെറിബ്രൽ മെനഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചു. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചയാൾക്കെതിരെ കേസ്. വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത് തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെ. നടപടി പീരുമേട് ലാൻഡ് റവന്യൂ തഹസിൽദാറുടെ പരാതിയിൽ. പീരുമേട് താലൂക്കിൽ 2 മാസം നിരോധനാജ്ഞ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് 2 പേർക്ക് സൂര്യാഘാതമേറ്റു. കോഴിക്കോട് കാരശ്ശേരിയിൽ ആനയാംകുന്ന് സ്വദേശി സുരേഷിനാണ് സൂര്യാഘാതമേറ്റത്. കൃഷിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ശരീരത്തിൽ പൊള്ളലേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത്. കോന്നി ഗ്രാമപഞ്ചായത്ത് അംഗം KG ഉദയനും സൂര്യാഘാതമേറ്റു. ജലവിതരണ വിഭാഗത്തിൽ കരാർ വ്യവസ്ഥയിൽ വാൽവ് ഓപ്പറേറ്റർ ജീവനക്കാരനാണ് ഇദ്ദേഹം. ഉച്ചയ്ക്ക് 12:30 കോന്നി വകയാറിൽ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനിടയിലാണ് സൂര്യാഘാതമേറ്റത്. പാലക്കാട് സൂര്യാഘാതമേറ്റ 2 കന്നുകാലികളും ചത്തു. വടക്കഞ്ചേരി കണ്ണമ്പ്ര എന്നിവിടങ്ങളിലാണ് വേനൽ ചൂടേറ്റ് കന്നുകാലികൾ ചത്തത്. പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാനാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. എറണാകുളം കളമശ്ശേരിയിലെ സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ സെറിബ്രൽ മെനഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുന്നത്. രോഗബാധിതരായ 2 കുട്ടികൾ മെഡിസിറ്റി ICUയിലാണ്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഇത് എങ്ങനെയാണ് ഇവർക്ക് രോഗബാധ ഉണ്ടായത്? ഈ 2 കുട്ടികൾക്കാണോ മാത്രമാണോ രോഗബാധ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? എന്താണ് സ്കൂൾ അധികൃതർ അടക്കം നൽകുന്ന വിശദാംശങ്ങൾ? ആര്യ, എറണാകുളം കളമശ്ശേരിയിലെ സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിലെ 4 കുട്ടികൾക്കാണ് ഇപ്പോൾ മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന 4 കുട്ടികൾ. ഇതിൽ 2 കുട്ടികൾ പെൺകുട്ടികളാണ്, 2 പേർ ആൺകുട്ടികളുമാണ്. ഇവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 കുട്ടികൾ ICUയിലാണെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അടുത്ത ഘട്ടമായി ആരോഗ്യവകുപ്പ് ഒരു പരിശോധന സ്കൂളിലെത്തി നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും അതിവേഗ വ്യാപനശേഷിയുള്ള ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടണ്ട എന്നാണ് സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ അറിയിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് 4 കുട്ടികൾക്കും ഇത്തരത്തിൽ രോഗം പിടിപെട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി DMO അടക്കം ഈ സ്കൂളിലെത്തി പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2 കുട്ടികളാണ് ഇപ്പോൾ ICUവിൽ, 2 കുട്ടികളെയാണ് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നവമി, ഒരു കാര്യം കൂടി, ഈ രോഗബാധയുടെ ഉറവിടം അത് സ്കൂള് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ ഇപ്പോൾ? അതെല്ലാം
ആര്യ, അതെല്ലാം നമുക്ക് കൂടുതൽ പരിശോധനയിൽ കൂടി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതിനാൽ നമ്മൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് മാത്രമാണ് നമുക്ക് വിവരം ലഭിച്ചത്. ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് പിടിപെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഉടനെ തന്നെ അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുമെന്നാണ് DMO അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ രോഗലക്ഷണമുള്ള കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുവാനും വേണ്ട ചികിത്സ നൽകുവാനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 4 കുട്ടികളും കൊച്ചിയിലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിൽ 2 കുട്ടികളുടെ നില അല്പം ഗുരുതരമാണ്. ഇവരെ ICUവിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി നവമി, എന്തായാലും ഏറെ ആശങ്കാജനകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. എറണാകുളം കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലാണ് 4 വിദ്യാർത്ഥികൾക്ക് സെറിബ്രൽ മെനഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണമെന്നും ഡോക്ടർമാരും സ്കൂൾ അധികൃതരും അടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ വീണ്ടും കടുവ ഇറങ്ങി. 2 പശുവിനെയും വളർത്തുനായയെയും ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം ഗ്രാമ്പി ഫാക്ടറിക്ക് സമീപം കണ്ട കടുവ തന്നെയാണ് സ്കൂളിന് സമീപം എത്തിയതെന്ന് നാട്ടുകാർ പറയും. ഗ്രാമ്പി സ്കൂളിൻ്റെ അടുത്ത് ഒരു 6 കിലോമീറ്ററിനകത്ത് തന്നെ കടുവയെ കണ്ടതായും 2 പശുക്കളെ പിടിച്ചതായും നാട്ടുകാർ പറയുകയും പിള്ളേരൊക്കെ ഭീഷണിയിൽ വളരെ പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് സ്കൂളിൽ. എത്രയും വേഗം ഇതിന് ബന്ധപ്പെട്ടവർ ഈ കടുവയെ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സ്കൂളിൻ്റെ PTA വകയായിട്ട് ഹെഡ്മാസ്റ്റർ നിലയ്ക്ക് ഞാൻ പറയുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടത് 5 വയസ്സ് പ്രായമുള്ള കടുവയെന്ന് വനംവകുപ്പ്. നിലമ്പൂർ സൗത്ത് DFO ധനിത് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഭാഗത്തിൽ തെരച്ചിൽ നടത്തി. കടുവയുടെ കാൽപാദങ്ങളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് RRT അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തി കടുവയുടെ ദൃശ്യം മൊബൈലിൽ പകർത്തി. പിന്നീടാണ് DFO ധനിത് ലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ ഇവിടെ എത്തിയത്. പാറയ്ക്ക് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ 2 കാൽപാദങ്ങൾ വ്യക്തമായി കാണാം. തൊട്ടു താഴെയായി ജലാംശം നഷ്ടപ്പെട്ടില്ലാത്ത കാഷ്ടവും കണ്ടെത്തി. അതിനും താഴെയാണ് വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടത്. ഈ ഭാഗത്ത് ഇതോടെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് എസ്റ്റേറ്റിൽ രാവിലെ കടുവേനെ കണ്ടതായിട്ട് എസ്റ്റേറ്റിന്റെ ഉടമ വിളിച്ചറിയിക്കുകയും അതിനെ തുടർന്ന് RRT സംഘം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. RRT സംഘം പരിശോധന നടത്തിയതിൽ പരിശോധന സമയത്ത് കടുവ ഓടിപ്പോകുന്നവർ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറിയിച്ചത്. തുടർന്നാണ് ഞാനും ബാക്കിയുള്ള സംഘം കൂടി നേരിട്ട് വന്ന് പരിശോധിച്ചത്. അവരൊക്കെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ചട്ടപ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. സൈലന്റ് വാലി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് മേഖലകൾ. ഇവിടെ കടുവയടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യം മുൻപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതാണ് ഇപ്പോൾ ആശങ്കയാകുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി തേക്കടി റോഡിൽ കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽ നിന്നും ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ്. ഇന്നലെയാണ് സംഭവം. KTDC ജീവനക്കാരനായ വെള്ളിവേലാണ് ആനകൾക്ക് മുൻപിൽ പെട്ടത്. കുമളിയിൽ നിന്നും തേക്കടിക്ക് പോകുന്ന വഴി പെരിയാർ ടൈഗർ റിസർവിന് ഉള്ളിലാണ് സംഭവം. സ്ഥിരമായ ആനകൾ ഉള്ള ഇടമാണ്. ആനക്കൂട്ടത്തെ കണ്ട് ഇയാൾ പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. எதுக்கு நிப்பாட்டுவோம் சொல்றோன்ற கேட்கறதில்ல சொல்றது கேட்கறதே இல்லப்பா. 10 வயசுல போயிட்டு வரும் 4 எதுக்கு நிப்பாட்டுவோம் சொல்றோன்ற கேட்கறதில்ல ആലപ്പുഴ ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. KSFE പട്ടണക്കാട് ശാഖ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പും KSFE വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്.
സ്കൂളിലെ രക്ഷിതാക്കൾ, അധ്യാപകർ, താൽക്കാലിക ജീവനക്കാർ എന്നിവരുടെ പേരിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി 75 ലക്ഷത്തോളം രൂപ KSFE ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രധാന അധ്യാപിക NR സീത തട്ടിയെടുത്തുവെന്ന ഗുരുതര പരാതിയിന്മേലാണ് പോലീസും വിവിധ വകുപ്പുകളും അന്വേഷണം ആരംഭിച്ചത്. സ്കൂളിലെ 2 താൽക്കാലിക ജീവനക്കാരുടെ പേരിലെന്ന പോലെ തയ്യാറാക്കിയ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകളുടെ കൺഫർമേഷനായി KSFE ജീവനക്കാർ സ്കൂളിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം അറിയുന്നത്. അധ്യാപകർ എന്ന പേരിൽ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ പേരും മേൽവിലാസവും സ്കൂളിലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളുടേതായിരുന്നു. KSFEയുടെ 11ഓളം ശാഖകളിൽ നിന്ന് വായ്പയെടുത്തതായാണ് കണ്ടെത്തൽ. ആർത്തുങ്കൽ, ചേർത്തല, പട്ടണക്കാട്, മുഹമ്മ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് സീത. അവരാണ് ഈ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അത് വെച്ച് ലക്ഷക്കണക്കിന് രൂപ, ഇപ്പോൾ KSFEയിൽ നിന്ന് മാത്രം 65 ലക്ഷം, മറ്റ് സഹകരണ ബാങ്കുകളുടെ കണക്ക് പുറത്തു വന്നിട്ടില്ല, മറ്റു തരത്തിലുള്ള കൃത്രിമങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ കൃത്രിമങ്ങൾക്ക്, ഈ ക്രിമിനൽ കുറ്റത്തിന് കാരണക്കാരിയായ അവർ ഇപ്പോഴും സർവീസിലിരിക്കുകയാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് തന്നെ തുടർ നടപടിയിലേക്കാണ് സർക്കാർ പോകേണ്ടത്. പക്ഷേ സർക്കാർ ബോധപൂർവം ഇത് വഴിതിരിച്ചു വിടാനും ഇവരെ സംരക്ഷിക്കാനുമുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. എന്നുകൊണ്ടെന്നാൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. എന്ന് മാത്രമല്ല, ചേർത്തല ഗവൺമെന്റ് സർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ട് ബോർഡ് അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSTAയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള നേതാവാണ് ആരോപണ വിധേയയായ NR സീത. വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ കൂടാതെ സ്കൂളിലെ അധ്യാപകരുടെ സാലറി സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച് വ്യാപകമായി വായ്പ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പാൽ വിതരണത്തിനായി അനുവദിച്ച 2 ലക്ഷത്തോളം രൂപയിൽ തിരിമറി നടന്നെന്ന് PTA ആരോപിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിൽ പണം വിനിയോഗിച്ചതിൽ ഉൾപ്പെടെ സംശയകരമായ സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചേർത്തല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. വായ്പയെടുത്ത സംഭവത്തിൽ KSFEയുടെ പരാതിയിൽ ഇപ്പോൾ നിരപരാധികളായ രക്ഷിതാക്കൾ പ്രതി ചേർക്കപ്പെട്ടതോടെ അധ്യാപികയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. പാതിവില തട്ടിപ്പിൽ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളി. തട്ടിപ്പിനെക്കുറിച്ച് ആനന്ദകുമാറിന് അറിയാമായിരുന്നു എന്ന പോലീസ് വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്ന ആനന്ദകുമാറിന്റെ വാദം കോടതി തള്ളി. വ്യക്തിപരമായി ബന്ധമില്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി. പാതിവില തട്ടിപ്പിനെതിരായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമമെന്ന ആരോപണം. പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകുന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതായി സമരസമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ പറഞ്ഞു. സമരത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും തട്ടിപ്പിൽ പങ്കുള്ള നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവരാതിരിക്കാനുമാണ് ശ്രമം. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും ബേസിൽ പറഞ്ഞു. എന്നാൽ അതിനുശേഷം തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഗാന്ധി സ്ക്വയറിൽ നടന്ന മീറ്റിംഗിന് ശേഷവും തുടർച്ചയായി എന്നെ വ്യക്തിപരമായി എനിക്കെതിരായിട്ട് സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്നാൽ അതിനെല്ലാം ഉപരി രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ തട്ടിപ്പിനെതിരായ വിഷയങ്ങളെ പറ്റി ഒന്നും ചർച്ച ചെയ്യാതെ തികച്ചും വ്യക്തിപരമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. രജനീകാന്തിന്റെ ജയിലർ 2 അവസരം വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ ശ്രമം. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട നടി ഷൈനി സാറ തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിനായി 12,500 രൂപ ചോദിച്ചു. മറ്റ് താരങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്നും ഷൈനി ന്യൂസ് 18നോട് പറഞ്ഞു. ഞായറാഴ്ചയാണ് സുരേഷ് കുമാർ കാസ്റ്റിംഗ് എന്ന പേരിൽ തട്ടിപ്പ് സംഘം ഷൈനിയെ ബന്ധപ്പെട്ടത്. ജയിലർ 2 രജനീകാന്തിന്റെ ഭാര്യയായി അഭിനയിക്കാൻ അവസരമെന്നായിരുന്നു വാഗ്ദാനം. ഓൺലൈനിൽ ഓഡിഷനും നടത്തി. ശേഷം തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് തിരക്കി. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 12,500 രൂപ തന്നാൽ ആർട്ടിസ്റ്റ് കാർഡ് നൽകാമെന്നും വാഗ്ദാനം നൽകി. ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആർട്ടിസ്റ്റ് കാർഡിൻ്റെ ആവശ്യമില്ല, പക്ഷേ തമിഴ്നാട്ടിൽ അതിന് ആവശ്യമുണ്ട്, 12,650 രൂപയാവും. അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ കാർഡ് എടുത്തു തരാൻ സഹായിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഇമെയിൽ ID തരൂ, ഞാൻ മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപ്പോൾ ആ പറഞ്ഞ സമയത്താണ് ഞാൻ ഇമെയിൽ ID ഒക്കെ കൊടുത്തു. പക്ഷേ ഇതെനിക്കൊരു ഡൗട്ടായി, ഈ ആർട്ടിസ്റ്റ് കാർഡിന് ഇത്രയും രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു.
സുഹൃത്ത് മാല പാർവതിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ഷൈനി പറയുന്നു. അവസരം നൽകാൻ പണം ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും ഷൈനി പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്ന് ഗായിക കൽപ്പന രാഘവേന്ദർ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. നല്ല ഉറക്കം കിട്ടാനാണ് ഉറക്ക ഗുളിക അമിതമായി കഴിച്ചത്. ഓൺലൈൻ മാധ്യമ വാർത്തകൾ വ്യാജമാണെന്നും കൽപ്പന രാഘവേന്ദർ പറഞ്ഞു. പാലക്കാട് കോട്ടോപ്പാടത്ത് 1.25 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 2 യുവാക്കൾ പിടിയിൽ. കൂമഞ്ചേരി കുന്നിൽ വെച്ച് യുവാക്കളെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലും എക്സൈസിനും വിവരം അറിയിക്കുകയായിരുന്നു. പശ്ചിമബംഗാൾ സ്വദേശികളായ പ്രദീപ് ജാന, സദ്ദാം ഹുസൈൻ മൊല്ല എന്നിവരാണ് പിടിയിലായത്. ഇവരും പൊന്നാനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇടനിലക്കാരൻ വഴിയാണ് കഞ്ചാവിന് വേണ്ടി എത്തിയത്. യുവാക്കളിൽ നിന്നും 1300 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തതായും ഇവർക്ക് കഞ്ചാവ് നൽകിയവരെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും എക്സൈസ് അറിയിച്ചു. കൊച്ചിയിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ സ്വദേശി ഷിയാസ് ആണ് പിടിയിലായത്. 23 ഗ്രാം MDMA ആണ് ഡാൻസ് ഓഫ് സംഘം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. കാസർഗോഡ് ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് മാതാവിനെയും മകനെയും വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. മാസ്തികുണ്ട് കാച്ചിക്കാട് സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് പിടികൂടിയത്. ഒരാൾ ഒളിവിലാണ്. കൊല്ലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്യൂട്ട് കേസിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം. CSI പള്ളിക്ക് സമീപമുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു സ്യൂട്ട് കേസ്. അസ്ഥികൂടത്തിന് 2 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് രാവിലെ CSI പള്ളി സെമിത്തേരിയോട് ചേർന്ന പറമ്പിൽ പൈപ്പ് നന്നാക്കാനെത്തിയവരാണ് ഉപേക്ഷിച്ച നിലയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ പെട്ടിക്കുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടമാണെന്ന് സ്ഥിരീകരിച്ചു. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു അസ്ഥികൂടം. തലയൊട്ടിയും അസ്ഥികളുമാണ് പെട്ടിയിലുണ്ടായിരുന്നത്. ഇവ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. അസ്ഥികൂടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാകാം അസ്ഥികൂടമെന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ നിഗമനം. ഈസ്റ്റ് പോലീസിനാണ് അന്വേഷണ ചുമതല. എല്ലാം പാട്ടുമില്ല, ഫുള്ളി ഡികമ്പോസ്ഡ് ആണ്. വെരി പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിംഗ് ഓൾ ആംഗിൾസ്. റോഡിൽ നിന്ന് സെമിത്തേരിയുടെ ഭാഗത്തേക്ക് അസ്ഥികൂടം വലിച്ചെറിഞ്ഞതാകാമെന്നാണ് സൂചന. ന്യൂസ് 18 കൊല്ലം. ഇടുക്കി പീരുമേട് പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച ആൾക്കെതിരെ കേസെടുത്ത് പോലീസ്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസ്. പീരുമേട് ലാൻഡ് റവന്യൂ തഹസിൽദാറുടെ പരാതിയിലാണ് നടപടി. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നടപടി ശക്തമാക്കുകയാണ് റവന്യൂ വകുപ്പ്. ഇതിനായി സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ ഡിജിറ്റൽ സർവേക്കും തുടക്കമായി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് ഇന്നലെ പൊളിച്ചു നീക്കിയിരുന്നു. പോലീസ് സുരക്ഷയിൽ 3 മണിക്കൂറോളം എടുത്തായിരുന്നു നടപടി. പിന്നാലെയാണ് കുരിശ് സ്ഥാപിച്ച തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത്. മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച കുരിശ് കഴിഞ്ഞ ദിവസമാണ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചത്. പരുന്തുംപാറയിൽ 3.31 ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതായി കണ്ടെത്തി നേരത്തെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പീരുമേട് താലൂക്കിൽ 2 മാസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. ഇതെല്ലാം അവഗണിച്ചായിരുന്നു കുരിശ് സ്ഥാപിച്ചത്. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ടയിൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത് നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. LDF ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കോന്നി സ്വദേശി ആനന്ദൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. ജോർദാൻ അതിർത്തിയിൽ വെടിയേറ്റു മരിച്ച തുമ്പ സ്വദേശി തോമസ് ഗബ്രിയലിന്റെ മൃതദേഹം വീട്ടിലെത്തി സംസ്കരിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി GR അനിൽ അടക്കം നിരവധി പേർ വീട്ടിലെത്തിയിരുന്നു. ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജോർദാൻ അതിർത്തിയിൽ വെച്ച് ഫെബ്രുവരി 10 സൈന്യത്തിന്റെ വെടിയേറ്റ് തോമസ് ഗബ്രിയേൽ കൊല്ലപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായിരുന്ന തോമസ് 3 മാസത്തെ സന്ദർശക വിസയിലാണ് ജോർദാനിലെത്തിയത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ഫെബ്രുവരി 10 അതിർത്തിയിൽ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് തോമസ് ഗബ്രിയേൽ കൊല്ലപ്പെട്ടത്. തോമസിനൊപ്പമുണ്ടായിരുന്ന ബന്ധു എഡിസനും കാലിന് വെടിയേറ്റിരുന്നു.
തുടർന്ന് എംബസിയുടെ സഹായത്തോടെ ഇയാൾ നാട്ടിലെത്തിയ ശേഷമാണ് തോമസ് വെടിയേറ്റ് മരിച്ച വിവരം പുറത്തറിയുന്നത്. തലയിൽ വെടിയേറ്റ് തോമസ് തൽക്ഷണം മരിച്ചിരുന്നു. ജയിലിലായ എഡിസനെ ചികിത്സയ്ക്കു ശേഷം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ഫെബ്രുവരി 10 കാരക് മേഖലയിൽ വെച്ച് 4 പേരെ ജോർദാൻ സേന തടഞ്ഞുവെന്നും വെടിവെച്ചുവെന്നുമാണ് ഇന്ത്യൻ എംബസിയിൽ നിന്നു കിട്ടിയ വിവരം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 2 പേർ ഇപ്പോഴും ജയിലിലാണ്. ഇവരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസി ശ്രമം നടത്തുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 തിരുവനന്തപുരത്തെത്തിച്ച തോമസിന്റെ മൃതദേഹം വിമാനത്താവളത്തിൽ വെച്ച് ബന്ധുക്കൾ ഏറ്റുവാങ്ങി. അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി GR അനിൽ, BJP നേതാവ് V മുരളീധരൻ എന്നിവരടക്കം നിരവധി പേർ വീട്ടിലെത്തി. ശേഷം 11 മണിയോടെ തുമ്പ സെന്റ് ജോൺസ് ദേവാലയത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അപൂർവ രോഗം ബാധിച്ച് നിർധന ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. രാജാക്കാട് ആദിത്യപുരം കോളനിയിൽ താമസിക്കുന്ന പുത്തൻപുരയ്ക്കൽ സതീഷാണ് തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇടുക്കി മാങ്കുളത്ത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു സതീഷ്. 2024 ഫെബ്രുവരി മാസത്തിൽ ചുമ വന്നതിനെ തുടർന്ന് അടിമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് അസ്വസ്ഥതയുണ്ടാവുകയും ശരീരം ഭാഗികമായി തളരുകയും ചെയ്തു. സതീഷിന് GB സിൻഡ്രോമാണെന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രി കണ്ടെത്തി. 13 മാസത്തെ ചികിത്സയ്ക്കിടയിൽ മാങ്കുളത്തുണ്ടായിരുന്ന സ്ഥലവും കിടപ്പാടവും വിറ്റു. ഇപ്പോൾ മാസത്തിലൊരിക്കൽ 60,000 രൂപ ചെലവ് വരുന്ന ഇഞ്ചക്ഷനും 20,000 രൂപയുടെ മരുന്നുകളും ആവശ്യമാണ്. ആ ഇഞ്ചക്ഷൻ ചെന്ന പിന്നെയാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. എന്നാൽ അറിയാവുന്നവരോട് ഞാൻ ഈ ചീട്ട് കാണിച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ് അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഗ്യാസ് കുറയാനുള്ളതാണ് ഡോക്ടർ എഴുതിയേക്കുന്നത്. പക്ഷെ ഡോക്ടറുടെ കയ്യിലിപ്പല്ല, അവിടെയുള്ള നേഴ്സുമാരാണ്. കാരണം ശരിക്കും പഠിക്കാത്ത കുട്ടികളാണ് അവിടെ. അത് അവരൊരു ലാഭം കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അധികം ശമ്പളം കൊടുക്കണ്ട. പക്ഷെ നമുക്കത് അറിയേണ്ട ആവശ്യം, നമുക്ക് ഇതാണ് പറ്റുക. അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ പിരിച്ച് ഇത്രയാക്കി. കിടന്ന കിടപ്പില്ലായിരുന്നു. എന്നെ അങ്ങോട്ടിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ടിട്ട് അതുപോലെ മരയിച്ച് മൊത്തത്തിൽ കിടക്കുമായിരുന്നു. പിന്നെ മരുന്ന് വാങ്ങുന്ന നിർവാഹമില്ല വന്നപ്പോൾ അവിടുത്തെ സ്ഥലവും പെരയെല്ലാം വിറ്റു. വൻകുടൽ മുറിച്ച വയറിന്റെ വലതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊളസ്ട്രം ബാഗിലാണ് വിസർജ്യം ശേഖരിച്ചു കളയുന്നത്. മൂത്രം പോകാനായി യൂറിൻ ബാഗും ഉപയോഗിക്കുന്നു. കാഴ്ചക്കുറവുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്വന്തമായി ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയും വിറ്റു. ഭാര്യയ്ക്ക് കൂലിപ്പണിയാണ്. വയോധികയായ അമ്മയും 3 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് സതീഷിന്റെ കുടുംബം. ന്യൂസ് 18 രാജാക്കാട്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. തളങ്കര ക്രിക്കറ്റ് ക്ലബ് TGCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അസറുദ്ദീന് സ്വീകരണമൊരുക്കിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ചരിത്രം മാറ്റിയെഴുതിയപ്പോൾ കാസർഗോഡിനും അഭിമാനിക്കാൻ വകയുണ്ട്. സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസറുദ്ദീനാണ് നാടിന്റെ അഭിമാന താരമായത്. മത്സരത്തിന് ശേഷം നാട്ടിലെത്തിയ താരത്തിന് ഗംഭീര വരവേൽപ്പാണ് നാട്ടുകാർ ഒരുക്കിയത്. കേരളത്തിന്റെ അഭിമാനത്തിൽ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ആഭ്യന്തര ക്രിക്കറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമെന്നും അസറുദ്ദീൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള ഒരു സീസണായിരുന്നു. നമുക്ക് വൈറ്റ് ബോർഡിൽ മുസ്താഖ് അലി ആണെങ്കിലും വിജയ സാർ ആണെങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും രഞ്ജി ട്രോഫിയിൽ നമ്മുടെ എക്സിക്യൂഷൻ എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഫൈനൽ കപ്പടിച്ചിട്ടില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് നമ്മുടെ 10 മാച്ച് നമ്മൾ തോക്കാണ്ട് ഒരു ടൂർണമെൻറ്റ് കളിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് ടീമിലെ 2 ടീം ആവാൻ പറ്റിയതിലും ഫൈനലിൽ തോക്കാൻ പറ്റാത്തതും തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരള ക്രിക്കറ്റും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിവിധ അക്കാദമികളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. പുതിയ കായിക താരങ്ങളും ക്രിക്കറ്റിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വ്യക്തി താൽപര്യങ്ങൾക്കുപരി ടീമിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയുള്ളൂ എന്നും അസറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 കാസർഗോഡ്. കോടികൾ മുടക്കി നിർമ്മിച്ച എറണാകുളം മാർക്കറ്റിൽ കച്ചവടം കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ. സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളതെന്ന് അവർ പറയുന്നു. ബില്ല് അടയ്ക്കാത്തതുമൂലം മാർക്കറ്റിലെ വൈദ്യുതി വിച്ഛേദിച്ചതും വാർത്തയായിരുന്നു. എറണാകുളം മാർക്കറ്റ് കെട്ടിലും മട്ടിലും ആളുകളെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ അതിനകത്തേക്ക് ആളുകൾ എത്തുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. പണ്ട് പരാധീനതകൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും കച്ചവടം നന്നായി നടന്നു. മാർക്കറ്റ് പുതുതായി നിർമ്മിച്ചപ്പോൾ അതിന് ഓപ്പൺ മാർക്കറ്റിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന പലരും മാർക്കറ്റിന് പുറത്ത് വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി പോകുകയാണ്. ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കച്ചവടം ഇവിടെ കിട്ടിയിട്ടില്ല. പഴയ വന്ന ആളുകൾ പോലും ഈ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. എല്ലാ കച്ചവടക്കാരും വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
കുറച്ച് ഫോണിലുള്ള ഓർഡറുള്ള കച്ചവടങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഒരു കച്ചവടമില്ല. എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോണത്. വലിയ ഒരു ഹോളുമാർ പണിത് വലിയ മാള് പോലെയൊക്കെ പണിതിട്ടുണ്ട് എന്നല്ലാണ്ട് ഞങ്ങൾക്കൊരു അടച്ചുറപ്പില്ല. ഇവിടുന്ന് സാധനങ്ങൾ കളപോണ്, കച്ചവടങ്ങളില്ല, എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണിത്. പഴയ പോലെ കച്ചവടം ലഭിക്കാത്തതിനാൽ പലരും പ്രതിസന്ധി നേരിടുകയാണ്. അനുയോജ്യമായ സ്ഥലത്തേക്ക് കടമുറി മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ട് മേയർക്കടക്കം പലരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ വൈദ്യുത ബില്ല് അടക്കുന്നതിൽ കൊച്ചിൻ കോർപ്പറേഷനിലുണ്ടായ ആശയക്കുഴപ്പം മൂലം അടുത്തയിടെ എറണാകുളം മാർക്കറ്റിലെ വൈദ്യുതി വിച്ഛേദിച്ചതും വാർത്തയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. രഞ്ജിത്ത് രാമചന്ദ്രൻ എത്തും. നമസ്കാരം.